കേന്ദ്രത്തിന്റെ നിരവധി പദ്ധതികളുണ്ട്. ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ 2014 മുതൽ, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ജനകീയമായിട്ടുള്ള പല പദ്ധതികളുണ്ട്. എല്ലാ പദ്ധതികളുടെയും പിന്നിൽ, അതായത് ആദ്യം ചേർക്കുന്നത് PM, അതായത് പ്രൈം മിനിസ്റ്റർ ആവാസ യോജന, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയുഷ്മാൻ പദ്ധതി, ഇത്തരത്തിലായിരിക്കും. അല്ലാതെ പ്രധാനമന്ത്രിയുടെ പേര് ചേർത്തുകൊണ്ടല്ല. കാരണം ഇതെല്ലാ കാലത്തും നിലനിൽക്കേണ്ടതാണ്. ഇപ്പൊ കോൺഗ്രസ് വരികയായിരുന്നു എങ്കിൽ അവരാണ് ചെയ്യാൻ പോകുന്നത് രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇത്തരത്തിലായിരിക്കും. പക്ഷേ ഇവരതിലൊന്നും പോവുകയല്ല. ഇത് കാരണം ദീർഘകാലം ഇത് നിലനിൽക്കണം. നരേന്ദ്രമോദിയിലല്ല, പ്രധാനമന്ത്രിയിലാണ് ആ പദ്ധതി അറിയപ്പെടുന്നത്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ കാര്യം നോക്കുക. പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും ഇവിടെ സംസ്ഥാന സർക്കാർ, അതായത് CPM അതിന്റെ നേതൃത്വത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാർ ഇത് അവരുടെ ഒരു ക്രെഡിറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കുമ്മനം രാജശേഖരൻ അത് വ്യക്തമായി തുറന്നടിക്കുകയും ചെയ്തു. ഇത് മുൻകാലങ്ങളിൽ ഉള്ളത് തന്നെയാണ്. എപ്പോഴൊക്കെ CPM ഭരിക്കുന്നോ ആ സമയത്തൊക്കെ പല കേന്ദ്ര പദ്ധതികളും അവരുടേതാക്കി മാറ്റി തീർക്കും. ഇപ്പോൾ പ്രധാനമന്ത്രി പദ്ധതി അനുസരിച്ച് ലോണുണ്ട്, അതായത് ആവാസ് യോജനയുണ്ട്, അതായത് എത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാനുള്ള ലോണ്, അതിന് സബ്സിഡിയും ഉണ്ട്. പിന്നെ കാർഷിക ലോണുണ്ട്. അതുപോലെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺമക്കൾ ആയിട്ടുള്ളവർക്ക് പലതരത്തിലുള്ള സ്കോളർഷിപ്പുകളുണ്ട്. വിദേശ പഠനത്തിന് വേണ്ട സഹായമുണ്ട്. ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ആരോഗ്യ രംഗത്ത് പ്രധാനമന്ത്രി ആയുഷ്മാൻ പദ്ധതി, അത് ആയുർവേദത്തിലും അലോപ്പതിയിലും ഒക്കെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ആയുർവേദത്തിലുള്ളത് പലപ്പോഴും പലരും അറിയാതെ പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ അതാത് വകുപ്പുകളിൽ എത്തിയാൽ പോലും ഇത് ജനങ്ങളിൽ എത്തുന്നില്ല. ബാങ്കുകൾ പലതരത്തിലുള്ള ലോണുകൾ നൽകാറുണ്ട്. പക്ഷെ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഈ ലോണുകളെ കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ബാങ്കുകാർ ഈ സാധാരണക്കാരോട് കൈമലർത്തുകയാണ് ചെയ്യുന്നത്. അവരതിനെ വേണ്ട തരത്തിൽ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ളവർക്കൊക്കെ തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങാനായിട്ട് 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ ലോൺ അനുവദിക്കുന്നുണ്ട്. ഇതിന് സബ്സിഡിയും ഉണ്ട്. പലിശ വളരെ ചെറിയ ശതമാനം പലിശ മാത്രമേ ഉള്ളൂ. ചില ലോണുകളിൽ പലിശരഹിത വായ്പ പോലും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ബാങ്കുകാർ ഇതിനെ വേണ്ട തരത്തില് പ്രോത്സാഹിപ്പിക്കാറില്ല. ചില പദ്ധതികളെ സംസ്ഥാന സർക്കാർ അവരുടേതാക്കി മാറ്റുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതാണ്, ഈ പലതരത്തിലുള്ള സഹായം കേന്ദ്രത്തിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം എങ്ങോട്ടേക്ക് കേരളത്തിന്റെ സഹായമായിട്ട് സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കുന്നതായിട്ട് വരുത്തി തീർത്തു. കോവിഡ് കാലത്ത് ചെറിയ ചെറിയ സഹായം പോലും സാധാരണക്കാർക്കും എല്ലാവർക്കും വലിയ സഹായമായിട്ടാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് എന്തു പറ്റി? അതിന്റെ മുഴുവൻ ഗുണം പിണറായി സർക്കാരിന് കിട്ടുകയും ചെയ്തു. 2021 ആ ഒരൊറ്റ കാരണം കൊണ്ട് തുടർഭരണവും വന്നു. കേരളത്തിലെ കോൺഗ്രസ്സുകാര് അവർ ഈ പദ്ധതികളൊക്കെ കേന്ദ്രത്തിൻ്റെതാണ് എന്നൊരക്ഷരം കമ എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. അവർക്ക് ഭയമായിരുന്നു. ഇനി ഇത് കേന്ദ്രത്തിൻ്റെതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM അവർക്കിട്ട് കൊടുക്കും. അതായത് BJP സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ്, നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു കളയും. എന്നാൽ അതിനനുസരിച്ച് ഇവിടുത്തെ BJP സംസ്ഥാന സമിതി, സംസ്ഥാന ഘടകം വേണ്ടത്ര ഉയർന്നില്ല എന്നുള്ളതാണ്. അവര് വേണ്ട തരത്തിൽ ഇത് പ്രചരിപ്പിക്കണമായിരുന്നു.
ഈ പദ്ധതികളെ കുറിച്ച്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ സുരേഷ് ഗോപി പറയുകയുണ്ടായി, BJPയുടെ എല്ലാ പാർട്ടികൾക്കും പാർട്ടി ഓഫീസുകൾ ഉണ്ടല്ലോ, താഴെത്തട്ട് മുതൽ അങ്ങ് വരെ മുകളിൽ വരെ. ഈ താഴെത്തട്ടിലുള്ള പാർട്ടി ഓഫീസുകളൊക്കെ സേവാ കേന്ദ്രങ്ങളായി മാറണം. സേവാ കേന്ദ്രങ്ങൾ നമ്മൾ നോക്കണം, സേവിക്കുകയാണ്. അപ്പോൾ ഈ പദ്ധതികളെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ബാങ്കിലെ ലോണിന് ഒരാവശ്യവുമായിട്ട് പോകുന്നു, പ്രധാനമന്ത്രി പദ്ധതി അനുസരിച്ചുള്ളത്. ബാങ്കിൽ ചെല്ലുമ്പോൾ അവര് നിരുത്സാഹപ്പെടുത്തുകയോ മറ്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടി കേന്ദ്രത്തിലെത്തണം, പാർട്ടി ഓഫീസിലെത്തി അവിടെ കാര്യങ്ങൾ ധരിപ്പിക്കണം. BJPയുടെ പാർട്ടി ഓഫീസിൽ അവരുടെ സഹായത്തോടു കൂടി ബാങ്കിൽ പോകണം. അതിനകത്ത് ശക്തമായ ഇടപെടൽ നടത്തണം. എവിടെ ലോൺ പ്രധാനമന്ത്രിയുടെ പദ്ധതി നിഷേധിക്കുന്നുവോ അത് അറിയിക്കേണ്ടിടത്ത് അറിയിച്ച് അക്കാര്യത്തിൽ നടപടി ഉണ്ടാകണം. ഇനി ഒരാൾ പോലും ഇത്തരത്തിലുള്ള ഈ ഏതെങ്കിലും തരത്തിലുള്ള സഹായ പദ്ധതിയിൽ അപേക്ഷിക്കുമ്പോൾ അവര് വെറുതെ വിടാൻ അനുവദിക്കരുത്. അപ്പോൾ ജനങ്ങളുമായിട്ട് ഇതിന് കൂടുതൽ ബന്ധമുണ്ടാകും. പലർക്കും ഈ പദ്ധതികളെ കുറിച്ച് അറിവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ റേഡിയോയിൽ, അതായത് ആകാശവാണിയില് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. വൈകുന്നേരം 5 മിനിറ്റാണ്. പ്രധാനമന്ത്രിയുടെ പദ്ധതികളെ കുറിച്ച് പറയുകയാണ്. ഇന്ന പദ്ധതികൾ, ഓരോ ദിവസവും ഓരോ പദ്ധതികളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ പാർട്ടി കേന്ദ്രങ്ങൾ സേവാ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് പ്രതിഫലിക്കും. അവിടെയാണ് അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത്. അതാണ് അതിന്റെ അടിത്തട്ടെന്ന് പറയുന്നത്, പ്രവർത്തനം എന്ന് പറയുന്നത് അതാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നിട്ട് ആ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇവിടൊക്കെയാണ് അടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നത്. കാരണം ചെറിയ ചെറിയ വായ്പകൾക്ക് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അവർക്ക് നിരവധി ആവശ്യങ്ങളുണ്ട്. ജീവിതം ആർഭാടത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാനല്ല, അല്ലലില്ലാതെ കഴിയുന്നതിന് വേണ്ടി കേറിക്കിടക്കാൻ ഒരു കിടപ്പാടം, ആരോഗ്യത്തോടുകൂടി കഴിയാൻ പ്രധാനമന്ത്രി ആയുഷ്മാൻ പദ്ധതി, മക്കളെ വിവാഹം ചെയ്ത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പഠനാവശ്യങ്ങൾക്ക്, ഇങ്ങനെ നിരവധി ആവശ്യങ്ങളാണ്. വഴിയോരത്ത് കച്ചവടം ചെയ്യുന്നവർ, അവർക്കുമുണ്ട് ചെറിയ ചെറിയ സഹായം. മീൻ കച്ചവടം ചെയ്യുന്ന നിരവധി വനിതകളുണ്ട്, അവർക്കും ചെറിയ തരത്തിലുള്ള ലോണുകളൊക്കെ ഉണ്ട്, പലിശരഹിത. ഇതൊന്നും പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. അറിഞ്ഞാലും ഈ CPM പ്രവർത്തകരും മറ്റും ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് അത് സംസ്ഥാന സർക്കാരിൻ്റെത് ക്രെഡിറ്റ് ആയിട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. CPMന്റെ അതാണ്, CPM എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടിയാണ്. അവരുടെ സംഘടനാ സംവിധാനം അത്രത്തോളം ശക്തമാണ്. അടിത്തട്ടിൽ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ബാങ്ക് ലോണുകളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി CPM പ്രവർത്തകർ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അത് ഇവർ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രാദേശികമായിട്ട് അവർക്ക് വലിയ നേട്ടം ഉണ്ടാകുമെന്നുള്ളതാണ്. ആ നേട്ടം അവർ വോട്ടാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇവിടെയാണ് BJPയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടത്. BJP അവിടെ ഉണരണം. ഇത് പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ്. അവിടെ ജനങ്ങളോട് പറയണം, നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ് എന്ന് പറയണം. അത് പദ്ധതി ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി, പ്രധാനമന്ത്രി ആയുഷ്മാൻ പദ്ധതി, ഇങ്ങനെയായിരിക്കും. പക്ഷെ സാധാരണ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണ്, നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണ് എന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം നരേന്ദ്രമോദിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വ്യക്തിപ്രാഭവം ഉണ്ടെന്നുള്ളതാണ്. കോവിഡ് കാലത്ത് പിണറായി വിജയൻ നൽകിയ കിറ്റ് കേന്ദ്രം നൽകിയതാണ്. ഇവിടെ BJP പ്രവർത്തകരെങ്കിലും ശക്തമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ? ചെയ്തില്ല. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് പിണറായി വിജയൻ അതെല്ലാം വോട്ടായി മാറുകയും 2021 ഭരിക്കാൻ അവസരം കിട്ടുകയും ആ തുടർ ഭരണം ഒരു അർമാദിക്കുന്ന ഭരണമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ
വീണ്ടും ഭരണം കൈയാളാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്, സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അതിനെയാണ് വലിച്ചു കീറേണ്ടത് BJP പ്രവർത്തകർ. താഴെത്തട്ടിൽ പാർട്ടി BJPയുടെ പ്രാദേശിക ഘടക ഓഫീസ് എന്നല്ല എഴുതി വെക്കേണ്ടത്, സേവാകേന്ദ്രം എന്നും കൂടി അതിനോടൊപ്പം ചേർത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവരെ അതിന്റെ ഗുണഭോക്താക്കളാക്കി മാറ്റണം.